ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി എന്താണെന്ന് മനസ്സിലായോ? കണ്ട ചീനിയാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ചീനിയല്ല, ഇത് നമ്മുടെ മണിത്തക്കാളിയാണ് കേട്ടോ. നമ്മുടെ വഴുതനയുടെ വർഗ്ഗത്തിൽപ്പെട്ടൊരു സസ്യമാണ് കേട്ടോ ഈ മണിത്തക്കാളി. ഇതിൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. ക്യാൻസർ എന്ന മഹാവിപത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാതെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ് കേട്ടോ ഈ മണിത്തക്കാളിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് പറയുന്നത്. മണിത്തക്കാളിയുടെ ഇല തോരൻ വെച്ച് കൂട്ടാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ മണിത്തക്കാളി പറിച്ചെടുത്തതാണ്. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്താണ് സാധനം എന്ന് മനസ്സിലായതല്ലേ. ഇതാണ് കേട്ടോ മണിത്തക്കാളി. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് ധാരാളം കഴിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് പഴുത്തുവാണെങ്കിലും പുളിയോട് കൂടിയ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. ആയുസ്സുള്ള പക്ഷികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണല്ലോ കാക്ക. കാക്ക ജനിക്കുമ്പോഴേ കാക്കയുടെ കുട്ടിക്ക് കൊടുക്കുന്നത് മണിത്തക്കാളിയാണെന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടിക്ക് തേനും വയമ്പോ കൊടുക്കുമ്പോൾ കാക്ക കൊടുക്കുന്നത് അവൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണെന്നാണ്. അപ്പം കാക്കയാണോ മനുഷ്യനാണോ ഏറ്റവും ബുദ്ധിമാനെന്ന് ഓർത്ത് നോക്കണം. ഇതിൻ്റെ ചെറിയ ഒരു പഴത്തിൽ 100 കണക്കിന് വിത്തുകളുണ്ടെന്നാണ്. അപ്പോൾ ഈ വിത്തുകൾ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ഉണങ്ങി അത് പൊട്ടി വീണ് തന്നെത്താനെ കിളുത്ത് വരും. പ്രത്യേക പരിചരണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. ഈ മണിത്തക്കാളി 4 or 5 എണ്ണം വെച്ച് ഓരോ ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് കൈവരുമെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത് കേട്ടോ. ഇന്ന പ്രദേശത്തെ ഇത് വളരൂ, ഇന്ന പ്രദേശത്ത് വളരില്ല, അങ്ങനെയൊന്നുമില്ല. പ്രത്യേകമായ പരിചരണങ്ങളൊന്നുമില്ലാതെ തന്നെയും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ഉണ്ടായി വരുന്ന ഒരു സസ്യമാണിത്. ഇത് നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ തന്നെ നിൽപ്പുണ്ടായിരിക്കും. മണിത്തക്കാളി കൃഷി ചെയ്യുന്നവർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പഴുത്ത പാകമായി ഇതിൻ്റെ മണിത്തക്കാളി പറിച്ചിട്ട് അടുപ്പും പാത്രത്തിലോ അല്ലെങ്കിൽ വെയിലത്തോ വെച്ച് ഉണങ്ങിയെടുത്താൽ മതി. വായിലെയും വയറ്റിലെയും അൾസറിനും മൂലക്കുരുവിനുമൊക്കെ ഇത് കഴിക്കുന്നത് പരിഹാരമാർഗ്ഗമാണ് കേട്ടോ. മാത്രമല്ല കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യം, കോൺസ്റ്റിപ്പേഷൻ എന്നിവയ്ക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ വിത്ത് തന്നെ വേണമെന്നില്ല. ഇതിൻ്റെ കമ്പുണ്ടെങ്കിൽ അത് ഒടിച്ച് നട്ടാലും മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.